ഞാനൊന്ന് പറയട്ടെ. നീ ഇതെന്ത് ഭാവിച്ച എടുത്തേട്ടം കാണിക്കുന്നേ? എടി, നമ്മുടെ മോന്റെ കല്യാണം നാളെ. ഈ നേരത്തെ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാന്ന് വെച്ചാ? ഇല്ല, എനിക്ക് പോണം. അല്ല, നീ എന്ത് കാരണത്തിന്റെ പേരില ഇവിടെ ഇറങ്ങി പോകുന്നേ? അത് പറ. അത് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇത്രയും പേരും പെരുമയുള്ള ഈ തറവാട്ടിൽ എല്ലാവരും അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ നമ്മുടെ മകന്റെ കല്യാണത്തിന്റെ പേരിലാ ഉണ്ടായത്. അവന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഇവിടെ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. അത് പാടില്ല. നമ്മളായിട്ട് ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാനുള്ള ഇട വരുത്തരുത്. അല്ല, നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കേ ഈ രണ്ട് കല്യാണ ആലോചനയും ഇവിടെ വച്ച പറഞ്ഞയക്കാൻ പോവാ. മായ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ ജാനകിയെടുത്ത് കണ്ടതല്ലേ? ശ്രീകലയ്ക്ക് ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തോട് യാതൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ ശ്രീകല ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? കല്യാണം നടന്ന ശ്രീകല മണ്ഡപത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ശ്രീകല ഉണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് ആർക്കാ? നമുക്കല്ലേ. നാട്ടുകാരുടെ ബന്ധുക്കളുടെ മുമ്പില് നമ്മൾ നാണം കെടില്ലേ? അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് നിർത്താം. അതിന്റെ പേരിലുണ്ടായ നഷ്ടങ്ങളൊക്കെ നമുക്ക് സഹിക്കാം. എന്നിട്ട് സിദ്ധുവിന് വേണ്ടി നമുക്ക് വേറൊരു പെണ്ണിനെ കണ്ടെത്താം. സിദ്ധുവിനെ സ്നേഹിക്കാനും സന്തോഷത്തോടെ അവനോടൊപ്പം ജീവിതം പുലർത്താനും കഴിയുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവനെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റാരെയാ മായ കണ്ടുപിടിക്കാൻ പോകുന്നേ? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും.